ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിന് മറ്റൊരു ദിവസം. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ്. സ്ട്രെസ് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം. നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും അത് നമ്മളെ തേടി വരുന്ന ഒരു പ്രതിഭാസം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രെസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ റിലീവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് അങ്ങനെ പ്രോസസ് ചെയ്ത് നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അപ്പോഴാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ ആ ഒരു സിസ്റ്റത്തിലൂടെ എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാം. ഇന്ന് നമുക്ക് ആന്റണി സാറിൽ നിന്ന് സ്ട്രെസ്സിനെ എങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കാം. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് സമ്മർദ്ദത്തെ എങ്ങനെ നമുക്ക് വിശിഷ്ടമാക്കാം അല്ലെങ്കിൽ മഹത്വീകരിക്കാം എന്നുള്ളതാണ്. അതായത് ട്രാൻസെൻഡിങ്, ഹൗ ടു ട്രാൻസെൻഡ് അവർ സ്ട്രെസ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ് വിഷയം. സമ്മർദ്ദം അല്ലെങ്കിൽ ആയാസം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഒരു കുഞ്ഞിന്റെ ജനനം, ഭൂമിയിലേക്കുള്ള ആ വരവ് തന്നെ വാസ്തവത്തിൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്മർദ്ദമുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം മരണം വരെയുള്ള ആ ഒരു ജീവിത പ്രക്രിയകളില്, അനുദിന ജീവിതത്തില് നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് അനേക തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സമ്മർദ്ദമില്ലാതെ നമുക്ക് ഒരിക്കലും തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായിട്ടും മാനസികമായിരിക്കാം കൂടുതൽ. മാനസിക സമ്മർദ്ദം നമ്മളെ ശാരീരികമായിട്ട് നമ്മളെ തളർത്തും. അതുപോലെ ശാരീരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അനാരോഗ്യം നമ്മളുടെ മനസ്സിനെയും തളർത്തും. നമുക്കറിയാം, ഒരു താമരപ്പൂവ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ആ താമരപ്പൂവ്, അതിൻ്റെ ആ പൂവെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ അതിനെ കാണുന്നു, നമ്മൾ അതിനെ പല വിധത്തില് പൂജയ്ക്കായിട്ടും മറ്റു പല കാര്യങ്ങൾക്കായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ താമരയുടെ ആ വേരുകൾ ഊന്നിയിരിക്കുന്നത് ചെളിയിലാണ്, വെള്ളത്തിലാണ്. ഒരു താമര ചെടിയുടെ അതിൻ്റെ മഹത്വീകരിക്കപ്പെട്ട വിശിഷ്ടമായ ഒന്നാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ ആരോഗ്യകരമായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാനും അതിനെ ട്രാൻസെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മഹത്വീകരിക്കുക അല്ലെങ്കിൽ വിശിഷ്ടമാക്കാനും നമ്മൾ ശ്രമിച്ചാൽ നമ്മളുടെ ജീവിതവും ഇതുപോലെ താമരപ്പൂ പോലെയാകും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു വളരെ സാങ്കേതികമായ ഒരു വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷന്റെ ഒരു കാലഘട്ടത്തിലാണ്. ഈ സാങ്കേതിക വിദ്യ വർദ്ധിക്കും തോറും നമ്മളുടെ സമ്മർദ്ദവും വളരെയേറെ വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് സമ്മർദ്ദത്തെ കുറയ്ക്കാനുള്ള പല പോംവഴികളും അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണ മനുഷ്യർ അത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും അത് ശ്രദ്ധിക്കാറില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദം കുറയ്ക്കണമെന്നുണ്ട് ഉള്ള ആഗ്രഹമുണ്ടാകും, അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ട്, തങ്ങൾ സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇനി മനസ്സിലാക്കി കഴിയുമ്പോൾ അതെങ്ങനെ കുറയ്ക്കണമെന്ന് കരുതുമ്പോഴേക്കും അതിനും ചില പൊടിക്കൈകള്, കുറുക്ക് വഴികള്, ഒറ്റമൂലികൾ, ഇതെല്ലാമാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഇത് എങ്ങനെയാണ് നമ്മളുടെ അനുദിന ജീവിതത്തിലെ സമ്മർദ്ദത്തെ എങ്ങനെ നമുക്ക് ട്രാൻസെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിനെ മഹത്വീകരിക്കാം, വിശിഷ്ടമാക്കി തീർക്കാം എന്ന് അതിനുള്ള ചില കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഞാൻ 5 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഈ സ്ക്രീൻ കാണാമെന്ന് ഞാൻ കരുതുന്നു. കാണാം. ഓക്കെ. സ്റ്റെപ്സ് ടു ട്രാൻസെൻഡിങ് സ്ട്രെസ് യൂസിങ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. പ്രധാനമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ട്രാൻസെൻഡിങ് ആൻഡ് വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ട്രാൻസെൻഡിങ് അവർ സ്ട്രെസ്, ഹൗ ടു ഒബ്സർവ് ഫിസിക്കൽ സെൻസേഷൻ മൈൻഡ്ഫുള്ളി. കാരണം നമ്മളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ആയാസത്തെ ട്രാൻസെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ ചെയ്യണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് അതിലൊന്നാണ് ഫിസിക്കൽ സെൻസേഷൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഹൗ ടു ഒബ്സർവ് തോട്ട്സ് മൈൻഡ്ഫുള്ളി. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ആ ചിന്തകളെ എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഹൗ ടു ഡിറ്റാച്ച് തോട്ട്സ്. അതുപോലെ ചിന്തകളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു അകൽച്ച പാലിക്കാം. ആൻഡ് ഫീലിങ്സ് മൈൻഡ്ഫുള്ളി. ചിന്തകളും അനുഭൂതികൾ, ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അനുഭൂതികൾ എന്ന് പറയാം. ആൻഡ് ദെൻ ഫൈനലി ലവ് യുവർ സെൽഫ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ട്രാൻസെൻഡിങ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. എന്നാലും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിലുള്ള നമ്മുടെ ആ ഗതികൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ സമ്മർദ്ദങ്ങളെ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനേക്കാൾ അല്പം കൂടി വ്യത്യാസപ്പെട്ട നിലയിൽ അതിൻ്റെ ആ ലിമിറ്റിനെ അല്ലെങ്കിൽ ആ ബൗണ്ടറീസിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ട്രാൻസെൻഡിങ് എന്ന് പറയുന്നത്. മഹത്വീകരിക്കുക എന്നോ അല്ലെങ്കിൽ വിശിഷ്ടമാക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മലയാള വാക്കുകൾ പറയാം. ഇതിനേക്കാൾ നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അത് ഏതായാലും സന്തോഷമുള്ള കാര്യമാണ്. That means transcending means rising above. Rising above എന്താണ് നമ്മളുടെ ആ കൺസ്ട്രെയിൻസ്, അതുപോലെ വെല്ലുവിളികൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ അതിനെ മഹത്വീകരിച്ച് അല്ലെങ്കിൽ അതിനെ ട്രാൻസെൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു റീച്ചിങ് ഇൻ എ ഹയർ സ്റ്റേറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളുടെ ആ അസ്തിത്വത്തിന്റെ അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. നമുക്കറിയാം വളരെ ആഴത്തിലാണ് ഒരു താമര ഒരു ചെടി നിൽക്കുന്നത്. അതിൻ്റെ വേരുകൾ വെള്ളത്തില് അല്ലെങ്കിൽ ചെളിയിലാണ്. പക്ഷെ അത് ട്രാൻസെൻഡ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു താമരപ്പൂ കാണുന്നത്. ഇതുപോലെയാണ് നമ്മളുടെ ഓരോ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യാൻ പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെയുള്ള നമ്മുടെ ആ ജീവിതത്തെ ഭാസുരമാക്കാം അല്ലെങ്കിൽ സന്തോഷകരമാക്കാം. നമുക്ക് അനുദിന ജീവിതത്തിന്റെ ആ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് മഹത്വീകരിക്കാം എന്നും സാധിക്കുമെന്നുള്ളതാണ് നമ്മളുടെ ഈ ട്രാൻസെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അനേക ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് പേഴ്സണൽ ഗ്രോത്ത്, സ്പോർട്സ്, പിന്നെ അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ട്രാൻസെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആകാം, മറ്റനവധി തലങ്ങളുണ്ട്. എങ്കിലും 2 തലങ്ങളിൽ ഞാൻ പറയാം. പേഴ്സണൽ ഗ്രോത്തിന്റെ ആ ട്രാൻസെൻഡിങ്ങിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഹെലൻ കെല്ലറിന്റെ ജീവിതം എന്ന് പറയുന്നത്. അവർക്ക് 7ാമത്തെ വയസ്സിൽ അവരുടെ കാഴ്ചയും അതുപോലെ തന്നെ അവർക്ക് കേൾവിയും അവർക്ക് നഷ്ടപ്പെട്ടു. യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷെ അവരൊരു ഗ്രാജുവേറ്റായി. അതുപോലെ തന്നെ 12 പുസ്തകങ്ങൾ അവരെഴുതി. അവരുടെ ആ ജീവിതത്തിന്റെ വെല്ലുവിളികളെ, അവർ ആ സമ്മർദ്ദത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ട്രാൻസെൻഡ് ചെയ്ത് അവർ ജീവിത വിജയം നേടിയ ഒരു മഹത് വ്യക്തിയാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണെങ്കിൽ സ്പോർട്സിൽ ഞാൻ അനേക തലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും സ്പോർട്സിൽ 2 തിളങ്ങി നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ ലയണൽ മെസ്സി എന്ന് പറയുന്നവരും. അവരൊക്കെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടുകളിൽ നിന്ന് വളർന്ന് വന്ന് ലോക പ്രശസ്തരായ കളിക്കാരായി മാറി. പക്ഷെ എന്നാലും അവര് മദ്യമോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഇതുപോലെയുള്ളതിൻ്റെയൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ പോകുന്ന പോലെയുള്ള അങ്ങനെയുള്ള ആ ദുഷ്പേരുകളൊന്നും കേൾപ്പിക്കാതെയും ഇന്നും മില്യൺ കണക്കിന് ഡോളർ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അവര് സാധാരണ സാധുക്കൾക്കായിട്ട്, പ്രത്യേകിച്ച് മെസ്സി എന്ന് പറയുന്നയാള് സാധുക്കളായ കുട്ടികളെ, അനാഥരായ കുട്ടികളെ ഇന്ന് എടുത്ത് വളർത്തുകയും അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കൊക്കെ ധനസഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നയാളും. ഒരു ജീവിതത്തിൽ അവരെ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളിൽ അതേ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മൂല്യബോധമുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. ഇങ്ങനെയുള്ള 2 വ്യക്തിത്വങ്ങളെ ആണ് ഞാൻ ട്രാൻസെൻഡിങ്ങിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഹൗ ടു ഒബ്സർവ് ഫിസിക്കൽ സെൻസേഷൻസ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ് ആദ്യത്തേത്. അതായത് നമ്മളുടെ ആ ട്രാൻസെൻഡിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അനുനിമിഷം നമ്മളുടെ ആ ഫിസിക്കൽ ബോഡി, ആ സെൻസേഷൻസിനെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളിൽ ആ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് കിട്ടുന്ന അനുഭൂതികൾ അല്ലെങ്കിൽ ആ
സെൻസേഷൻസിനെ ആണ് നമ്മളുടെ ഏറ്റവും വലിയ എന്താണ് നമ്മുടെ മനസ്സ് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭൂതികളെ മനസ്സ് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അത് ഒരു നമ്മളുടെ ഈഗോയ്ക്ക് അനുസരിച്ചുള്ളതാണ്. അത് വീണ്ടും നമ്മളുടെ ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് അത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നു. അതിന് കൊടുക്കുന്ന ആ ഇന്റർപ്രിട്ടേഷൻ, ആ ഒരു റെഫറൻഷ്യാലിറ്റിയാണ് നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ ചിന്തകൾ യഥാർത്ഥത്തിൽ ചിന്തകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തകളാണ്. പക്ഷേ ആ ചിന്തകളുടെ യാഥാർത്ഥ്യ ബോധം നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആയാസകരമായ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് വാട്ട് എവർ പോസിബിൾ. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യം, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കസേരയിൽ ആണ് ഇരിക്കുന്നത്. എനിക്ക് ജോഷി സാറിനെ കാണാം, സാബു സാറിനെ കാണാം. അവർ നിങ്ങളൊക്കെ കസേരയിലാണ് ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന ഏത് പൊസിഷനിൽ ഇരുന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയായിരിക്കും. ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ പലതരത്തിലുള്ള നമ്മളുടെ ആ എന്താണ് പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു പോസ്റ്ററിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന പോസ്റ്ററിൽ നമുക്കുണ്ടാകുന്ന ആ ചിന്തകൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഇരിക്കുന്നു, ആ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ശരീരം എവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, കസേരയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇപ്പം നിലത്തിരുന്നാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഷ്യനിരുന്നാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ, അവിടെയും നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് പോയിന്റ് വരുന്നുണ്ട് ബോഡിയുടെ, അല്ലെങ്കിൽ പുറത്തോട്ട് ചാരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കസേരയുടെ കൈകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മുടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ആണ്. അതുപോലെയുള്ളതിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു അവബോധം, ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ക്ലോസ് യുവർ ഐസ് ഓർ സോഫൻ, അതായത് നമ്മളുടെ കാഴ്ചയെ നമുക്ക് ഒന്നുകിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു 45 ഡിഗ്രി ധ്യാനത്തിന് ഇരിക്കുന്ന പോലെ ഇനി തുറന്നു വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ കാരണം ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കണ്ണടച്ചിരിക്കാം, അതിനുള്ള ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണ് നമ്മളുടെ ആ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ബോഡി ആയിട്ടുള്ള ആ കോണ്ടാക്ട് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തീർച്ചയായിട്ടും അത്രയും സമയം നമ്മൾ എപ്പോൾ നമ്മൾ കോൺഷ്യസ് ആകുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ അവെയർ ആകുന്നുവോ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ അവെയർനെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു, അത്രയും സമയം നമ്മളുടെ ആ ചിന്തയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ സ്ട്രെസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ ആ കോൺഷ്യസ്നെസ്സിനെ വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, ട്രാൻസെൻഡൻസ്, ഹൗ ടു ട്രാൻസെൻഡ് ത്രൂ മൈൻഡ്ഫുൾനെസ് എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ, അത് നമ്മളെ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. അതായത് പ്രസന്റ് മൊമെന്റിനെ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകത. ഇത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ മൈൻഡ്ഫുൾനെസിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ നമുക്കൊരു ഒരു ഒരു എന്താണ് ഒരു അവസരം നമുക്കുണ്ടാകണം, അതിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാകണം. ദാറ്റ് മീൻസ് നമ്മളുടെ ശ്വാസോച്ഛ്വാസം, അല്ലെങ്കിൽ ബോഡിലി സെൻസേഷൻസ്, അതുപോലെയുള്ള എന്തിനെക്കുറിച്ചെങ്കിലും നമുക്ക് അവബോധം ഉണ്ടാകുകയും ചുറ്റിക്കറങ്ങുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് വേണ്ട വിധത്തിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെക്ക് അതിൻ്റെ ആ അനുഭൂതികളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ ഒരു സ്കിൽ എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ് കീപ്പ് ചെയ്യാൻ നോക്കുന്നു. കാരണം നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും, നമുക്ക് കിട്ടുന്ന ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന, നമ്മൾ വായിക്കുന്ന, കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അത് നമുക്കറിയാം. ഇപ്പോ നമ്മളുടെ ശരീരം എവിടെയെങ്കിലും ഒരു തണുത്ത പ്രതലത്തിൽ ഒരു ഐസ് കട്ടയിലാണ് തണുപ്പ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അല്ലെങ്കിൽ ചൂടുള്ളിടത്താണെങ്കിൽ അത് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ നമ്മൾ ഉടനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. TV കാണുന്ന സമയത്താണെങ്കിൽ ഉദാഹരണമായിട്ട്. അപ്പൊ ഒരു നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. സിംപ്ലി അക്നോളജ്, അതായത് നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെ ഒരു വിറ്റ്നസിനെ പോലെ നമ്മൾ അറിയുക, അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഒബ്സർവേഷന്റെ, ഫിസിക്കൽ ഒബ്സർവേഷന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് വെൻ യു കെയർ,
അതായത് നമ്മളോട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്ന അവസരത്തില് നമ്മുടെ ശരീരം ഏതെല്ലാം പോയിന്റിലാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു, നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴായിരിക്കാം, അത് കാല് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആ കൈയുടെ ആ മൂവ്മെന്റ്സ് ഏതെല്ലാമാണ്. ഇപ്പോൾ ഒരു കത്തിയെടുത്ത് നമ്മൾ ഗാർഡനിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, അവിടെയും നമുക്ക് പോയിന്റ് ഓഫ് എന്താണ് കോണ്ടാക്ട് വരുന്നുണ്ട്. അതിനെയെല്ലാം നമ്മൾ സ്വീകരിക്കുക, അത് നമ്മൾ അതേക്കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് യു ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ഫീച്ചറിങ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ ഒരു അര മിനിറ്റ് 30 സെക്കൻഡ് നമ്മളായിരിക്കുന്നതിനെ കുറിച്ച്, നമ്മളുടെ ആ ചിന്തകളെ കുറിച്ചുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അവയർനെസ്സിലേക്ക് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടയ്ക്കാം. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. 30 സെക്കൻഡ് നിങ്ങൾക്ക് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഇരുന്നിട്ട് നമ്മളുടെ മനസ്സിലെ ചിന്തകള്, നമ്മളുടെ ആ ബോഡി എവിടെയാണ് ഇരിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്റൻഷണൽ ആയിട്ട്, നമ്മൾ ബോധപൂർവം നമ്മൾ ഏതെങ്കിലും ഒന്നുകിൽ കൈ ആയിരിക്കാം, അല്ലെങ്കിൽ കാലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇരിപ്പിടത്തെ കുറിച്ചുള്ളതാകാം, എവിടെ നമ്മൾ സ്പർശിക്കുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ബോധപൂർവം നമ്മളുടെ അവബോധം ത്തിലേക്ക് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഈ സ്ട്രെസ്സിനെ അത് കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അടുത്തത് ഫോർ എ ബ്രീഫ് മൊമെന്റ്. ഓക്കെ, അതായത് ഓൾ സെൻസേഷൻസ് വെൽക്കം, അതായത് വരട്ടെ എന്ന് വെക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകളാണെന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാതെ, സപ്രസ് ചെയ്യാതെ, ഈ ഒരു നിമിഷത്തിൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്, നമ്മുടെ ചിന്തകൾ വരുന്നതിനെ നമ്മൾ നീക്കിക്കളയാതെ, അല്ലെങ്കിൽ അതിനോട് നമ്മൾ വിമുഖത കാണിക്കാതെ അതിനെ അലവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പരവതാനി വിരിച്ചു കൊടുക്കുക എന്ന് പറയും. ഓൾ സെൻസേഷൻസ്, ആൻഡ് അത് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുക. ആൻഡ് ദെൻ മൈൻഡ്ഫുൾനെസ് ഈസ് അപ്ലൈഡ് ഓൺ ഓപ്പൺ ഹാർട്ടഡ് ആൻഡ് അക്സെപ്റ്റിംഗ് ഓൾ ദ വേ. അതായത് തുറന്ന ഹൃദയത്തോടെ അതെന്താണെന്ന് അറിയുക, അതുപോലെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻ എന്ന് പറയുന്നത്. ഒന്നിനെയും ജീവിതത്തിൽ അത് അകറ്റി നിർത്തുന്നില്ല, ഒന്നിനെയും ഒഴിവാക്കുന്നില്ല. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏതും പെയിൻ, നമ്മുടെ വേദനയാകട്ടെ, നമ്മളുടെ ചിന്തകളാകട്ടെ, നമ്മളുടെ വികാരങ്ങളാകട്ടെ, എന്ത് അനുഭൂതികളാകട്ടെ, ഒന്നിനെയും നമ്മൾ മോശം എന്നുള്ള രീതിയിൽ തള്ളിക്കളയാതെ അത് വരുന്നത് രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മറ്റൊന്നുള്ളത് നമുക്ക് സ്കിൻ ബ്രീത്തിങ് എന്ന് പറയുന്നുണ്ട്. സ്കിൻ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആംബിബിയൻസ് ആയിട്ടുള്ള ആനിമൽസ്, അല്ലെങ്കിൽ ആ ജീവികള് അവരുടെ ത്വക്ക് ഉപയോഗിച്ച് ബ്രീത്തിങ് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മൈൻഡ്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷ്വലൈസേഷന്റെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു കോണ്ടാക്ട് ഉള്ള ആ ശരീരത്തിന്റെ ഏത് ഭാഗമാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഭാഗം ഒന്നുകൂടി സ്കിൻ ബ്രീത്തിങ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് നമ്മളുടെ ഓരോ പോറസ് എന്ന് പറയും, നമ്മളുടെ ത്വക്കിന്റെ ആ ഓരോ രോമ കൂപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അതിനെ കുറിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്, അതിലൂടെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് സ്കിൻ ബ്രീത്തിങ് ഇൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നു. അതുപോലെ തന്നെ ആ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ നമ്മളുടെ പോറസ് ഉപയോഗിച്ച് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിനനുസരിച്ച് ആ ബ്രീത്തിങ്, അല്ലെങ്കിൽ ആ വായു നമ്മളുടെ ത്വക്കിനെ നിന്ന് വീണ്ടും ശരീരത്തിന്റെ അകത്തേക്ക് കയറി നമ്മളുടെ ബോൺസ് ആൻഡ് ജോയിന്റ്സിലേക്ക് വരുന്നു, മസിൽസിലേക്ക് വരുന്നു, നെർവസ് സിസ്റ്റത്തിലേക്ക് വരുന്നു. അത് നമ്മളെ കൂടുതൽ ഈ ആയാസത്തിൽ നിന്ന്, സമ്മർദ്ദത്തിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ബോഡി, അതുപോലെ തന്നെ ഒരു റിജുവിനേറ്റ് ചെയ്യുന്ന ആ ഒരു നമ്മളുടെ ശരീരത്തിന്റെ സെല്ലുകളെ പോലും അല്ലെങ്കിൽ അതിനെ റിലാക്സ് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദെൻ മറ്റൊന്ന്, ഒബ്സർവ് ഓൾ അതർ മൂവ്മെന്റ്സ് ഓഫ് ദ ബോഡി. അതായത് നമ്മളുടെ ശരീരത്തിൽ എന്തെല്ലാം നമ്മൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൈകൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈകൾ മേശയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ തറയിൽ ഊന്നിയിട്ടുണ്ട്, അതേക്കുറിച്ചാകാം. ഇരിക്കുന്ന ഏതെങ്കിലും കസേരയിലോ മറ്റോ അതുപോലെ തലങ്ങളെ കുറിച്ചാകാം. അതുപോലെ തന്നെയാണ്
നമ്മൾ നടക്കുന്ന ഉദാഹരണം മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും തന്നെ ആവർത്തിക്കുന്ന ഒന്നാണ് നമ്മളുടെ ജോലി. നമ്മൾ നമ്മൾ പച്ചക്കറി അരിയുന്നു, അല്ലെങ്കിൽ പാത്രം കഴുകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മളുടെ ആ മൂവ്മെന്റ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമ്മളുടെ ഒബ്സർവേഷൻ ഓഫ് ദ ബോഡിയുടേതാണ്. അടുത്തത് നമ്മളുടെ ഒബ്സർവേഷൻ ഓഫ് തോട്ട്സ് മൈൻഡ്ഫുള്ളി. ഒബ്സർവേഷൻ ഓഫ് തോട്ട്സ് മൈൻഡ്ഫുള്ളി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള സെൻസേഷൻസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു അല്പസമയം നമുക്ക് ഇരിക്കാം. അതിനുശേഷം ക്ലോസ് യുവർ ഐസ്, അല്ലെങ്കിൽ നമുക്കൊരു 45 ഡിഗ്രി, ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് കണ്ണുകൾ അടയ്ക്കുക. ദെൻ ടേക്ക് എ ഫ്യൂ ഡീപ്പ് ബ്രെത്ത്സ്. ഇതാണ് നമ്മളുടെ ആ ബ്രെത്ത് ഇതിന് ചെയ്യുന്നത്. നമ്മൾ വേണമെങ്കിൽ നമുക്ക് അത് പറ്റുന്ന സാഹചര്യമാണ് അത് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. നോട്ടീസ് വെൻ തോട്ട്സ് അറൈസ്. എപ്പോഴും ചിന്ത വരുന്നുണ്ട്, അപ്പൊ ചിന്തയില്ലാത്ത ഒരു സമയമില്ല. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ ആ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, മൈൻഡ്ഫുൾനെസിന്റെ ആ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നോട്ടീസ് യുവർ തോട്ട്സ് അറൈസ്. allow yourself to notice any thoughts that come into your heads, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നതിനെ കുറിച്ച് അറിയുക. ആൻഡ് അവെയർ ഓഫ് യുവർ ബ്രീത്തിങ്. അത് രണ്ടും ഒരേ സമയത്ത് ഇങ്ങനെ പോവുക. അതായത് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ആങ്കറിങ് പോയിന്റ് ആണ്. അത് വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമ്മളുടെ ചിന്തകളെ കുറിച്ചുള്ള ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം നമ്മളിൽ വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. അപ്പൊ ബോഡിയുടെ കഴിഞ്ഞു, ഇനി അടുത്ത ചിന്തകളാണ് വരുന്നത്. നോട്ടീസ്, പേ അറ്റൻഷൻ ആൻഡ് അക്സെപ്റ്റ് തോട്ട്സ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. ഓക്കെ, നമ്മുടെ ചിന്തകൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും. വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. ഇത് ശരിയാണോ തെറ്റാണോ, സുഖമുള്ളതാണോ സുഖമില്ലാത്തതാണോ, നല്ലതാണോ ചീത്തയാണോ, ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. തോട്ട്സ് ആർ നോട്ട് ബാഡ് ഓർ ഗുഡ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദേ ജസ്റ്റ് വാട്ട് ദേ ആർ. ആൻഡ് ദെൻ തോട്ട്സ് മേ ഹാപ്പൻ ഹാവിങ് അറ്റ് ദീസ് പർട്ടിക്കുലർ മൊമെന്റ്. എപ്പോഴും നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നു. ചിന്താരഹിതമായ ഒരു അവയർനെസ് ഉണ്ട് ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ചിന്തകൾ നമുക്ക് സ്വാഭാവികമാണെന്ന് നമ്മൾ എടുക്കുക. ആ ചിന്തകളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക. ദാറ്റ് മീൻസ് ഒരു ഒബ്സർവറിനെ പോലെ, അല്ലെങ്കിൽ ഒരു സാക്ഷി ഭാവത്തോടു കൂടി കാണാൻ നമ്മൾ സാധിക്കുക. ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മൾ ഒന്നിനെ കുറിച്ച്, അതാണ് ജഡ്ജ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഇൻഡൾജ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ജസ്റ്റ് ഒരു തരംതിരിവുകളില്ലാതെ കാണുക. സിംപ്ലി നോട്ടീസ് ദി പ്രസൻസ്, their presence. അതായത് ചിന്തകളുടെ ആ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുക. റെക്കഗ്നൈസ് ദാറ്റ് തോട്ട്സ് ആർ ജസ്റ്റ് മെന്റൽ ഈവൻസ് ദാറ്റ് കം ആൻഡ് ഗോ. എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും. ഓരോ ബ്രത്ത്, ഓരോ ശ്വാസോച്ഛ്വാസവും ഒന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് പോകുന്നത്. വളരെ അക്യൂട്ട് ആയിട്ടുള്ള ഇമോഷണൽ അല്ലെങ്കിൽ അത് നമ്മൾ ഓരോ ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് നമ്മളിങ്ങനെ കുരങ്ങന്മാര് ചാടുന്നത് പോലെ, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നത് പോലെ നമ്മൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ചിന്തയുടെ ലോകത്ത് അങ്ങനെ അത് മാത്രമായി ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അടുത്തത് ചിന്തയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് ഈ ചിന്ത എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ, നമ്മളുടേതായിട്ടുള്ള വാക്കുകളിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിക്കുക. അത് മൈൻഡ്ഫുൾ ജേർണലിങ്ങിൻ്റെതല്ല, പക്ഷേ ആ മൊമെന്റിലുള്ള നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഉദാഹരണമായിട്ട് എനിക്ക് കോപം വരുന്നു, ആരോടെങ്കിലും ഒരു കോപം വരുന്നു എന്നുണ്ടെങ്കിൽ ഐ ഫീൽ ആംഗ്രി. അല്ലെങ്കിൽ ഞാൻ നിരാശ എനിക്ക് തോന്നുന്നു ഈ നിമിഷത്തിൽ, പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം. അല്ലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഫ്രസ്ട്രേറ്റഡ് ഓർ ഡിജക്റ്റഡ്. അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് ആകുലതയാണ് വരുന്നതെങ്കിൽ, ഭാവിയെ കുറിച്ചിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ ആകുലതകളാണെന്നുണ്ടെങ്കിൽ ഐ എം വറീഡ് ഓർ ഐ ഫീൽ വറി എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആ ഡിസ്ക്രിപ്ഷൻ ആണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഐ ആം ആംഗ്രി എന്നുള്ള ആ അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പോകേണ്ടത്. ജസ്റ്റ് ബീയിങ് എ വിറ്റ്നസ്. ആൻഡ് ദെൻ ആ വിറ്റ്നസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നമ്മളുടെ ആ ബ്രീത്തിങ്ങിൽ നമ്മൾ ആങ്കർ ചെയ്തുകൊണ്ടാണ് വേണ്ടത്. ഓക്കെ, വിറ്റ്നസിങ് എ മൊമെന്റ് അൺഫോൾഡ്സ്. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് അത് വിറ്റ്നസ്, നമ്മൾ ചിന്തകളെ കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകുമ്പോഴേക്കും അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദെൻ ലേബൽ ഇറ്റ്. ഓക്കെ, നമുക്ക് ലേബലിംഗ് എന്നും പറയാം, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നുള്ളത് നമുക്ക് പറയാം. സ്ട്രോങ് ഇമോഷൻസ് ആൻഡ് സച്ച് ആസ് ഫീലിംഗ്സ് ഇന്റൻസ്ലി അഫ്രൈഡ് ആസ് യു ബിഗിൻ ടു മേക്ക് എ
ഷോർട്ട് പബ്ലിക് സ്പീക്കിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രസംഗം പറയാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദൂരത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ഭയം ഉണ്ടാകാം. ചിലരെ സംബന്ധിച്ച് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു ഭയമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവിങ്ങിന് മുമ്പ് അതിനെപ്പറ്റി നമുക്ക് അബോധമുള്ളവരാകാം. മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിലേക്ക് വരിക, മറ്റതുപോലുള്ള, അല്ലെങ്കിൽ കൊളീസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന ആ വികാരങ്ങളെ നമ്മൾ അറിയുന്നു, അതിനൊരു സാക്ഷിയാകുന്നു. അതുപോലെ തന്നെ അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ലേബൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത് എന്താണ് ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ആസ് ഓബ്ജക്റ്റീവ് ആസ് പോസിബിൾ. അതായത് നമ്മുടെ വെറുതെ ചിന്തകൾ വരുന്നതല്ല നമുക്ക് വേണ്ടത്, നേരെ മറിച്ച് നമ്മൾ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. എൻ്റെ ചിന്ത എന്ന് പറയുന്നത് അത് സത്യമാണെന്നോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്നോ ഉള്ള ഒരു ചിന്തയല്ല വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവത്തിലൂടെയല്ല നമ്മൾ പോകേണ്ടത്. കഴിയുന്നിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് അത് ഒബ്ജക്റ്റീവ് ആണോ, എന്നിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ വികാരങ്ങൾ, അല്ലെങ്കിൽ ചിന്തകൾ, അല്ലെങ്കിൽ അനുഭൂതികൾ, അത് എന്തുമാത്രം ഒബ്ജക്റ്റീവ് ആണ്, ഞാൻ ചിന്തിക്കുന്ന രീതി ശരിയാണോ, അത് ഒബ്ജക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ നോക്കുക. അതുപോലെ തന്നെ നോ ഇവാലുവേഷൻ ഈസ് മെയ്ഡ്, വിറ്റ്നസിങ് ആസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മളൊരു സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കാറുകളൊക്കെ കടന്നു പോകുന്നത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പുഴയിലോ തോട്ടിലോ എവിടെയെങ്കിലും ഒരു അരുവിയിൽ എവിടെയെങ്കിലും ഒരു ഇല ഒഴുകിപ്പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ നമ്മൾ അതേ ഇതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡിറ്റാച്ചിങ് ആണ്. ഡിറ്റാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അലവിങ് ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ടു കം ഇൻ, ഓർ മെമ്മറീസ് ആൻഡ് സെൻസേഷൻസ് സിംപ്ലി കം ഇൻ. അതേസമയം നമ്മൾ അതിനോട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ നടത്താതിരിക്കുക. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമാക്കാതിരിക്കുക, അതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിന് ചായ സൽക്കാരം നടത്താതിരിക്കുക. അങ്ങനെയുള്ള ആ ഒരു മനോഭാവം, ഡിറ്റാച്ചിങ് ഫ്രം ദ തോട്ട്സ്. വെൻ തോട്ട്സ് ആർ കമ്പലിംഗ്, ഫീലിങ്സ് ആർ പെയിൻഫുൾ. നമ്മൾ ചിന്തകൾ എപ്പോഴും, അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ളത് വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും നമ്മളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സമ്മർദ്ദ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ അത് കുറയ്ക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളെ ഒബ്ജക്റ്റീവ് ആണോ എന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. എങ്ങനെ? മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ ലെറ്റ് ദ തോട്ട്സ് പാസ്. അതിനുശേഷം അത് വരുന്നു, അത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ആകാശത്ത് മേഘങ്ങൾ കടന്നു പോകുന്നത് പോലെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഫ്ലോട്ടിങ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇല ഇങ്ങനെ ഒരു സ്ട്രീമിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയോ, they come into our awareness, stay for a while and then pass away. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ മനസ്സിലാക്കുക, അതിങ്ങനെ ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക. allow them to come and go without getting caught up with them. അവരുമായിട്ട് കുസ്തി പിടിക്കാൻ, അല്ലെങ്കിൽ അവരെ സൽക്കരിക്കാൻ വേണ്ടി നമ്മൾ നോക്കരുത്. ഓക്കെ, അടുത്തത് ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ഇത് അവസാന ഭാഗത്തുള്ളതാണ്. അതായത് നമ്മൾ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നവരാണെന്ന് നമ്മൾ പറയരുത്. നമ്മളുടെ ആ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള താല്പര്യങ്ങൾ, നമ്മളുടെ അതുപോലെയുള്ള നമ്മുടെ ചിന്തകൾ, അതല്ല വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എന്ന് പറയുന്നത്. ലവ് യുവർ സെൽഫ് അൺകണ്ടീഷണൽ ആയിട്ട്. അതായത് നമ്മളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ ഇതെല്ലാം വരുമ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും, നീ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? സോ ക്രിയേറ്റിംഗ് എ സ്റ്റേറ്റ് ഓഫ് ക്വയറ്റ് മൈൻഡ്, ലവിങ് യുവർ സെൽഫ്, which is sometimes referred as self compassion. ഇതാണ്, അല്ലെങ്കിൽ സെൽഫ് കമ്പാഷൻ എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് ആ സെൽഫ് കമ്പാഷൻ നമുക്ക് പ്രത്യേകിച്ച് വിമർശനങ്ങളും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ കുറ്റബോധം പാസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊന്ന് ഫെയിലായി, ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഡ്രൈവിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുമെങ്കിൽ പോലും കൂടുതൽ സെൽഫ് കമ്പാഷൻ നമ്മളോട് തന്നെ കാണിക്കുക. Self-compassion is into self-centeredness or self-pity or self-indulgence. അതല്ല സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ദയ. നമ്മൾ ഒരു കുഞ്ഞിനോട് നമ്മൾ കാണിക്കുന്ന ആ സ്നേഹവും ദയയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് കാണിക്കുന്ന ആ ദയ, അല്ലെങ്കിൽ അത് നമ്മളോട് തന്നെ കാണിക്കുന്നതാണ് വാസ്തവത്തിൽ സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഈ സെൽഫ് കമ്പാഷൻ മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അപ്പം മൈൻഡ്ഫുൾനെസ്സിന്റെ നമ്മളുടെ നമ്മളുടെ
ആയാസം അല്ലെങ്കിൽ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സെൽഫ് കമ്പാഷൻ ആയിട്ടുള്ള മെഡിറ്റേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. സോ വാട്ട് ഈസ് സെൽഫ് കമ്പാഷൻ? ഈസ് ആൻ അൺകണ്ടീഷണൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഡീപ്പ് റെസ്പെക്ട്. അതാണ് നമ്മളോട് തന്നെയുള്ള വളരെ ആഴത്തിലുള്ള ഒരു ബഹുമാനം, നമ്മളോട് തന്നെയുള്ള സ്നേഹം, നമ്മളുടെ കഴിവിലുള്ള ആത്മവിശ്വാസം, ഇതെല്ലാമാണ്. അത് ഒരിക്കലും നമ്മളുടെ ആ പെർഫോമൻസിനെ ആശ്രയിച്ചല്ല, അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല. ചിലപ്പം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വേണ്ടത്ര അംഗീകാരങ്ങൾ നമ്മൾ കൊടുക്കാറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറില്ല. വി ആർ നോട്ട് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു അതേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ളത് ഇപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നു, അതിന്റെ ആ ഗ്രേറ്റ്ഫുൾനെസ് നമുക്ക് കിട്ടിയോ, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിയോ, അല്ലെങ്കിൽ അപ്രൂവൽ തന്നോ, ഇതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മളുടേതായിട്ടുള്ള ആ സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ മിഷൻ, അല്ലെങ്കിൽ നമ്മളുടെ വിഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ എന്താണ് ജീവിതത്തിന്റെ ആ പർപ്പസ്, അതിനെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, ദെൻ സെൽഫ് ലവ്, ലവ് യുവർ സെൽഫിന്റെ മറ്റൊന്നാണ്, ഇറ്റ് മീൻസ് ഷോയിങ് കൺസേൺ ഓഫ് യുവർ വെൽബീയിങ്. നമ്മളുടെ ആ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ബീയിങ് സെൻസിറ്റീവ് ടു യുവർ ഡിസ്ട്രസ്. നമ്മൾ എന്തുമാത്രം നമുക്ക് ആയാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ തന്നെ അതിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ക്രിറ്റിസിസം, അതുപോലെ സെൽഫ് ജഡ്ജ്മെന്റ്, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ജഡ്ജ്മെന്റ് ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ അതിനെ നമ്മളോട് തന്നെ കൂടുതൽ കമ്പാഷൻ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിലരൊക്കെ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ ചില മതങ്ങളിലെ ചില ധാർമ്മിക ചിന്തകളിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അതൊന്നും ആവശ്യമില്ല. നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവനവനെ സ്നേഹിക്കാനുള്ള അവകാശമുണ്ട്. അത് മറ്റാർക്കും കൊടുക്കാതിരിക്കുക, മറ്റാരും നമുക്ക് തരാത്തതാണ്. ദെൻ അടുത്തത് ആക്ട് മൈൻഡ്ഫുള്ളി. ആക്ട് മൈൻഡ്ഫുള്ളി മീൻസ് അവെയർ ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ഇതാണ് നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഭക്ഷിക്കുമ്പോൾ എൻജോയ് ചെയ്യുക. അതുപോലെ എൻജോയ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ഭക്ഷണത്തെ ബോധപൂർവം മൈൻഡ്ഫുള്ളായിട്ട് ഈറ്റിംഗ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചലനങ്ങൾ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുക. അതാണ് നമ്മൾ അനുദിന ജീവിതം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. നമ്മൾ സംസാരിക്കുന്നുണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാകും, നടക്കുന്നുണ്ടാകും, കിടക്കുന്നുണ്ടാകും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ആ ഒരു ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു അത് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുക. ആക്ടിങ് വിത്ത് ആൻ ഇന്റൻഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ അത് മൈൻഡ്ഫുൾ ആകുന്നു. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോകുന്നത്. എല്ലാം പ്രീ പ്രോഗ്രാംഡ് ആണ്. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. മറ്റതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ പോകുന്നു. കാരണം എന്താണ്? നമ്മളൊരു പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള പ്ലാനിലാണ് പോകുന്നത്. ചിന്തയുടെ ആ ലോകത്തിലേക്ക് പോകുന്നു. ഓട്ടോ പൈലറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ആ മോഡിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയാതെ പോകുന്നു. ഈ എത്രയോ വർഷങ്ങളായി നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. ആ ജീവിതം, ആ സാഹചര്യം നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. പെർഫോം ഡെയിലി റൊട്ടീൻസ് വിത്ത് എ റിയൽ സെൻസ് ഓഫ് എൻഗേജ്മെന്റ്. നമ്മൾ ഇപ്പോൾ ഇന്നതാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്നെ കേൾക്കുന്നു, നിങ്ങൾക്ക് യു ക്യാൻ സേ ഐ എം ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ആ ഹിയറിംഗിന്റെ ഇടയ്ക്ക് നമുക്ക് എന്താണ് ഇയാൾ ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത്, ദാറ്റ് ഈസ് അനദർ തിങ്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇരുന്ന് കേൾക്കുമ്പോൾ മറ്റെന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാകും ഞാൻ പറയുന്നതിന് അല്ലാതെ. ഏതെങ്കിലും അനൗൺസ്മെന്റോ, അല്ലെങ്കിൽ ചില ഇപ്പം നാട്ടിലുള്ളവരെല്ലാവരും ഹോൺ അടിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കാം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചിലപ്പോൾ ഒരു വെറുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ശല്യമാണല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, കേൾക്കുകയോ കാണുകയോ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം വിത്ത് ആൻ എൻഗേജ്മെന്റ്. എന്താണ്, നമ്മൾ ഒരു റൊട്ടീനായിട്ട് ചെയ്യുന്നു. ഞാൻ കാണുന്നു, ഞാനൊരു പുഷ്പത്തെ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നു, അതെല്ലാം എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ളി ഇൻവോൾവ് ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. Then acting mindfully is especially difficult when you are besieged by the stress reactions. നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പെയിൻഫുൾ ഫീലിങ്സ് ആണ് എപ്പോഴും നമ്മളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള കഴിഞ്ഞ കാല ഇൻസിഡന്റുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മോചനം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോഴുള്ള ഈ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ലീവ് മൈൻഡ്ഫുള്ളി. ബുദ്ധിസ്റ്റുകളുടെ ഇടയിൽ ഒരു ഇതുണ്ട്. അതായത് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്
ഒരു ജലരേഖയാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. എ പാസേജ് റിട്ടൺ ഓൺ എ വാട്ടർ എന്ന് പറയാറുണ്ട്. അതായത് അത് പെട്ടെന്ന് പോകുന്നു, നമുക്ക് എഴുതാനോ അല്ലെങ്കിൽ എഴുതാൻ പോലും സാധിക്കലായിരിക്കും. പക്ഷെ അതാണ് നമ്മളിപ്പോ അങ്ങനെ ഒരു പാട്ടുണ്ട്, ജലരേഖ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. എനിക്കത് പാടാനും അറിയത്തില്ല, ഞാൻ ആ വാക്കുകൾ ഓർക്കുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഇതൊരു ജലരേഖയായിട്ട് മാത്രം കാണുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്ത വരുന്നു പോകുന്നു എന്നുള്ള ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത തന്നെ നമ്മളെ കൂടുതൽ പാസിഫൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ മാറ്റുന്നതാണ്. ചിന്തയുടെ ആ ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ദ തോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലീവ് മൈൻഡ്ഫുള്ളി. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്, തോട്ട്സ് കം ആൻഡ് ഗോ എന്നുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഓക്കെ, ദെൻ ഫൈനലി ബ്രിങ് യുവർസെൽഫ് ബാക്ക് ടു ദി അവയർനെസ് ഓഫ് ദി ബ്രത്ത്. ഇപ്പം ബ്രത്ത് എന്ന് പറയുന്നത് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, നമ്മൾ കിടക്കുന്നിടം വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മളുടെ ഒരു ആങ്കറിംഗ് പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുക മൈൻഡ്ഫുൾനെസിന്റെ. അതോടൊപ്പം തന്നെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആ അനുഭൂതികൾ അല്ലെങ്കിൽ സെൻസേഷൻസ് ഓഫ് ദ ബോഡി, അതുപോലെ തന്നെ നമുക്ക് മറ്റതുപോലുള്ള നമ്മളുടെ ചിന്തകളെ കുറിച്ചുള്ള ഇതെല്ലാം നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് വേ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. തീർച്ചയായിട്ടും ഒരു ഓട്ടോ പൈലറ്റിംഗ് മോഡിൽ നിന്ന് മാറി മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ, ഓരോ നിമിഷവും മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ, അത് ചില ഏരിയകൾ സാർ പ്രത്യേകം പറഞ്ഞു. ബീയിങ് എ വിറ്റ്നസ്, അതുപോലെ നമ്മളുടെ പ്രവൃത്തികൾ നോൺ ജഡ്ജ്മെന്റൽ ആകും, ഡിറ്റാച്ചിങ് അല്ലെങ്കിൽ വിത്തൗട്ട് ഹുക്കിംഗ്, അതുപോലെ ലവ് യുവർ സെൽഫ്, നമ്മളുള്ള സെൽഫ് കമ്പാഷനെ കൃത്യമായിട്ട് തിരിച്ചറിയും. ഈ മാർഗങ്ങളെല്ലാം നമുക്ക് സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാനോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറയാം. യെസ്, പറയാം. ഈ അവയർനെസിന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല്, ഇനീഷ്യലി ഏതൊരാൾക്കും മൈൻഡ്ഫുൾ ആയിട്ട് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ, അവരോട് നമ്മൾ 2-3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞിട്ട്, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവരോട് പറയാം, നമ്മളുടെ ചുറ്റിലും കേൾക്കുന്ന എല്ലാ ഒച്ചകളെയും നമ്മളെ അവെയർ ആവുക. ജസ്റ്റ് എല്ലാ നോയ്സസ് അറൗണ്ട് യു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവരോട് പറയാവുന്നത്, നമ്മളുടെ ചുറ്റിലുമുള്ള സ്മെൽ, നമ്മുടെ ഓരോ സെൻസ് ഓർഗനിലൂടെയും നമുക്ക് കിട്ടുന്ന സെൻസേഷൻസ്. ഇത് പറഞ്ഞ മാതിരി നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ആ നമ്മളുടെ ശരീരം എവിടെയൊക്കെ തട്ടുന്നുണ്ടെന്ന് അത്, പ്ലസ് നമ്മളിപ്പോ ഫാന് കൊള്ളുന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മുടെ മേത്ത്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്ട്, നമുക്കൊരു തണുപ്പ് തോന്നുന്നുണ്ടോ, ചൂട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുപ്പായം നമ്മുടെ മേത്ത് മുട്ടുന്നത്, ഇത്യാദികളെല്ലാം. അപ്പൊ ഈ കാര്യങ്ങളിൽ ആദ്യം നമ്മളൊരു അവയർനെസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതൊരു ആ ഒരു പ്രോസസ് അവർ പ്രാക്ടീസ് ചെയ്ത് അത് ലെവലായി കഴിയുമ്പോൾ പിന്നെ ശരിക്കുള്ള മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യം തന്നെ ഈ പറയുന്നത് പോലെ അതിലേക്ക് പോകാൻ പ്രയാസമായിരിക്കും. അപ്പോ ഇതൊരു നല്ല റിലാക്സേഷൻ മെത്തേഡ് കൂടിയാണ്. കാരണം അത്രയും സമയം അവര് വേറൊരു തോട്ട്സും അവരുടെ മൈൻഡിൽ വരുന്നില്ല. കാരണം അവരാകെ മണം പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ സ്മെല്ല് മാത്രമാണല്ലോ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നോയ്സസ് മാത്രമാണല്ലോ. അപ്പോ ഈ ഒരു രീതിയിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസെൻഡ് ചെയ്യുന്നതിന്റെ അതിൽ നിന്നും മേലോട്ടേക്ക് നമ്മൾ എത്രമാത്രം പോകാൻ പറ്റുമോ ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്ന. നമ്മളിപ്പോ ട്രാൻസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഉയരുക, നമ്മൾ മാനസികമായിട്ടും നമ്മുടെ ചിന്തകളിലൂടെ ആയാലും ആകെ മൊത്തം നമ്മൾ മൊത്തത്തിൽ നമ്മളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിലെ ട്രാൻസെൻഡിങ്. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്റെ ജസ്റ്റ് പെർസെപ്ഷൻസ് ആണ്. അപ്പം താങ്ക് യു വെരി മച്ച്.
Okay, thank you. Thank you very much for adding these points. നമ്മൾ സാധാരണ മെഡിറ്റേഷന്റെ സമയത്ത് ഈ പറയുന്ന ഈ കാര്യങ്ങൾ മെഡിറ്റേഷൻ സമയത്ത് ഗൈഡഡ് മെഡിറ്റേഷനിൽ ഞാൻ പറയുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള അതായത് ശബ്ദങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ത്വക്കിലുണ്ടാകുന്ന കാലാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ആ മാറ്റങ്ങളെ കുറിച്ച്, ചൂടോ തണുപ്പോ അനുഭവപ്പെടുന്നതിനെ കുറിച്ച്, ഇങ്ങനെയുള്ള മീനാക്ഷി പറഞ്ഞതെല്ലാം ഞാൻ പറയുന്നതാണ്. സാധാരണ മെഡിറ്റേഷന്റെ സമയത്തൊക്കെ പലപ്പോഴും എല്ലാ മെഡിറ്റേഷനും ഗൈഡഡ് മെഡിറ്റേഷനും നമ്മൾ സൂചിപ്പിക്കാറില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ആഡിങ് ദീസ് പോയിന്റ്സ്. Yes, I agree with you. Sir. Yes, sir, കേൾക്കുന്നുണ്ടോ? റോയ് സർ ആരെങ്കിലും ഉണ്ടോ? സർ. സാർ ബ്രേക്ക് വരുന്നുണ്ട്. റോയ് സാർ പറയൂ. സാർ ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ സാറ്, എനിക്ക് എൻ്റെ മുൻപിലുള്ള സംശയം, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ പോകേണ്ട ഒരവസ്ഥയാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളുടെ ബോഡി എവിടേക്കാണ് ടച്ച് ചെയ്യുന്നത്, നമ്മുടെ കൈകൾ, നമ്മുടെ കണ്ണുകൾ, നേരെ മുമ്പിലുള്ള യാത്രക്കാരനോ വാഹനങ്ങളോ, അതെല്ലാം നാം അവെയറായി പോകുന്നെങ്കിൽ, അവെയറാണ് എങ്കിൽ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് കഴിയും. ഇവിടെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ, ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ, തീർച്ചയായും അപകടങ്ങളിൽ മുൻകൂട്ടി കാണാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഡ്രൈവിംഗിൽ മൈൻഡ്ഫുൾ ഇഫക്റ്റ് കൊണ്ടുവരാൻ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നാം നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അവെയർ ചെയ്യുക, വാഹനത്തെക്കുറിച്ച് അവെയർ ചെയ്യുക, റോഡിനെ കുറിച്ച് അവെയർ ചെയ്യുക. അവിടെ മൈൻഡ്ഫുൾ ആയിട്ടുള്ളൊരു യാത്ര നടത്തുമ്പോൾ അപകടങ്ങൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കും എന്നതാണ് എൻ്റെ തോന്നലും. അത് ശരിയുമാണെന്ന് തോന്നുന്നു സർ. ഓക്കെ. നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞോ, ആ വാക്ക് ഉപയോഗിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഓർക്കുന്നില്ല. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാവുന്ന വഴിയിലൂടെയുള്ള ഡെയിലി ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും കോൺഷ്യസ് മൈൻഡിലല്ല. നമ്മൾക്ക് അറിയാവുന്ന, ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വഴിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചാണ് നമ്മളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇനി മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്, അവിടെ നമ്മൾ അധികം മൈൻഡ്ഫുൾ ആകുന്നില്ല. പക്ഷെ ഞാൻ ഉലകനൻ സാർ പറഞ്ഞ ഒരു ആശയത്തോട് യോജിക്കുന്നു. മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഡ്രൈവ് ചെയ്യുമ്പം ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ ആ റോഡിന്റെ അതല്ലെങ്കിൽ സിഗ്നല്, മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അതായത് മറ്റുള്ളവർക്ക് വേണ്ടത്ര പ്രയോറിറ്റി ഉള്ളതാണെങ്കിൽ അവരെ നമ്മൾ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം ഈ സബ് കോൺഷ്യസിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപകടങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. നമ്മളിത് മൈൻഡ്ഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഇതാണ്. തീർച്ചയായിട്ടും മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതും ഒരു സ്കില്ലാണ്. അതിന് നമുക്ക് ട്രെയിനിങ് ആവശ്യമാണ്, തന്നെത്താൻ അത് പരിശീലിക്കേണ്ടതും ആവശ്യമാണ്. സാറേ, പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, നല്ലോണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ്ഫുൾനെസിന്റെ തലമില്ലാതെ ഓട്ടോ പൈലറ്റിക് മോഡിൽ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബ്രെയിൻ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് വരാറില്ല. നമ്മൾ ചിന്തയുടെ ലോകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പോകുന്ന ഡെയിലി ഡ്രൈവിങ്ങിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾനെസ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഇപ്പം തിക് നത്ത് ഹാൻ എന്ന് പറയുന്ന ആ ഗുരു പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു റെഡ് സിഗ്നലിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിങ്ങൾക്ക് കിട്ടുന്ന ആ മെഡിറ്റേഷന്റെ ഒരു സിഗ്നലാണ്. അതായത് ഒരു ബെല്ല് പോലെയാണ് അത്. നിങ്ങൾ ആ റെഡ് സിഗ്നലിനെ നിങ്ങൾ എടുക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ആ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് അവെയർ ആകാം. പല രീതിയിലാണ്. ഒന്നുകിൽ നമ്മൾ ആ ഇരിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ബ്രീത്തിങ്ങിൽ തന്നെ ഇങ്ങനെ നമുക്ക് അവെയർ ആകാൻ സാധിക്കും. ഇങ്ങനെയുള്ള രീതികളുണ്ട്. അപ്പം പ്രത്യേകിച്ച് സിഗ്നലുകളെ അത് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിപ്പം എല്ലാം ഓടിക്കുന്ന സമയത്ത് മുഴുവൻ അങ്ങനെ ചെയ്യാൻ പറയുന്നത് മൈൻഡ്ഫുൾനെസ്സിന് എനിക്ക് തോന്നുന്നില്ല ആരും റെക്കമെൻഡ് ചെയ്യുമെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. കാരണം പക്ഷെ അതൊരു സ്കില്ലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മുടെ ടൈറ്റിൽ പറയുമ്പോൾ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മെത്തഡാണ്. കാരണം എപ്പോഴും നമ്മൾ സിഗ്നൽ വരുമ്പോൾ ടെൻസ്ഡ് ആയിരിക്കും. അവിടെ നമുക്ക് അതിനെ മൈൻഡ്ഫുൾ ആയിട്ടോ റിലാക്സ് ചെയ്യാനോ പ്രയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഗോപാർ സർ കേൾക്കുന്നില്ല. റോയ് സർ. ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് തന്നെ പറയുന്നുള്ളൂ, ആക്ട് മൈൻഡ്ഫുള്ളി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇന്റൻഷനായി ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. സാറ് തന്നെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്റൻഷനായി ചെയ്യുക. മൈൻഡ്ഫുൾ ആക്ട് മൈൻഡ്ഫുള്ളി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ ഇത് സാറ് ഈ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴേ വികാരപരമായി നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഈ കാര്യങ്ങളെല്ലാം മൈൻഡ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് സാറിൻ്റെ ഇന്നത്തെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ സ്ട്രെസ്സും എല്ലാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന തോട്ടിൽ നമ്മൾ എമോഷണലി അങ്ങോട്ട് വല്ലാതെ ആവുമ്പോഴാണ്. അതല്ലാതെ പറയാം. അപ്പം ഞാൻ അന്നേരം വേറൊരു കാര്യം ഓർക്കുമായിരുന്നു, ഈ യോഗ സാർ പറഞ്ഞൊരു കാര്യങ്ങൾ, അവെയർ അറ്റൻഡ് മൂമെന്റ് ടു മൂമെന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. Then without let go. അല്ല അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവെയർ അറ്റൻഡ് മൈൻഡ്ഫുൾ മൂമെന്റ് ടു മൂമെന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് വിത്ത് ബിഗിനേഴ്സ് മൈൻഡ് ആൻഡ് ക്യൂരിയോസിറ്റി. Then let's go. ഓക്കെ, അപ്പൊ അത് ഞാനത് ഇവിടെ കൂടി സാറത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് അത് വന്നു. ഈ സാർ ഇന്നത്തെ ഒരു വിഷയത്തിൽ പറഞ്ഞേക്കാൻ നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ റിലീവ് ചെയ്യാന്നുള്ളത്. അവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആയിട്ട് വരുന്ന വികാരപരമായ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് പോവാതിരിക്കുക. നമ്മളുടെ ഭാഗത്തുനിന്നൊരു ദയ നമ്മുടെ മനസ്സിന് എന്നുണ്ടാക്കുന്നത് വളരെ ഇതായിട്ട് തോന്നും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കാര്യമല്ല, ഇതുവരെയുള്ള പല അനുഭവങ്ങളും ക്ലാസ്സുകളിൽ കൂടെ ഒക്കെ കിട്ടിയതെല്ലാം കൂടെ വെച്ച് നോക്കി അതിൻ്റെ കൂടെ ഒരു ആഡ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. അനിൽ സാറേ, ഇപ്പോ സാറിന്റെ ക്ലാസ് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തോ, അയ്യോ ഒന്ന് ക്ലാസ് ആണല്ലോ, ക്ലാസ് ഇങ്ങനെ ഓൺ ചെയ്ത് ഇഞ്ഞ് പോരുമ്പോഴാണ് നടന്നു പോരുമായിരുന്നു, വീട്ടിൽ ഈ താമസ സ്ഥലത്തേക്ക് എത്തിയില്ല. അപ്പോഴേ പറഞ്ഞ് നമ്മുടെ ശരീരം ടച്ച് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നടന്നു പോകുമ്പോൾ നമ്മുടെ ആ പാദസ്പർശം, ഉപ്പൂറ്റി ആദ്യം മുട്ടുന്നു, ഇങ്ങനെ നമ്മളത് ഫീൽ ചെയ്യുന്ന ആ രംഗം ശരിക്കും ഭയങ്കര ആസ്വാദ്യതയാണ്. ആ നിമിഷത്തെ നമ്മൾ അറിയുക എന്നുള്ളത് ഒരു 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 വലിയ സുഖകരമായ അനുഭവമാണ്. കാര്യം അരനിമിഷം ഒരു നിമിഷം എന്ന് സാറ് പറഞ്ഞ ആ സമയം എന്ന് പറയുന്നത് അത്രയും സമയമല്ല യഥാർത്ഥത്തിൽ മനസ്സിലെ ആനന്ദം നിറഞ്ഞത്. കാരണം ആ നേരം വരെ എന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് പോകുന്നത്. ക്ലാസ് ഓൺ ചെയ്യുമ്പോഴും ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒന്ന് ശ്രദ്ധിക്കുന്നങ്ങ് പറഞ്ഞ് ആവർത്തിച്ച് നോക്കുമ്പോൾ അപ്പോഴും ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇങ്ങനെ നമ്മളെ പാദസ്പർശനം ഇങ്ങനെ അതൊരു വലിയ അനുഭവമാണ് കേട്ടോ. മൈൻഡ്ഫുൾനെസ് ഇത്രത്തോളം വലിയൊരു രാസലഹരി പോലെ അനുഭവപ്പെടും എന്ന് എനിക്ക് തോന്നിപ്പോവുക. അത്ര സുഖകരമാണത്, പറയാതെ വയ്യ. അത് സന്ദർഭവശാൽ പറയാതിരിക്കണം എങ്ങനെ, അതുകൊണ്ട് ഞാൻ പറയുക. ഒത്തിരി സന്തോഷം സാറേ, താങ്ക്സ്. ഇപ്പൊ ഉണ്ടായ അനുഭവം മിനിറ്റുകൾക്ക് മുമ്പേ അനുഭവിച്ച കാര്യമാണ്. താങ്ക്സ്. Okay, thank you. Yeah, it's very good. Yeah. Okay. ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന് സാറ് വന്നിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. കണ്ണു അടപ്പിച്ച് ഓരോ ഇതിലും ഇരിക്കുന്ന ഇരിപ്പിലും നടക്കുന്ന നടത്തത്തിലും
ഓരോന്നിനും ഫീൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കുറച്ചും കൂടുതൽ പറയേണ്ട കാര്യമില്ല. നേരത്തെ സാബിത് പറഞ്ഞത് ലെറ്റ് us ഗോ. അത് വന്ന് പോയി, ഇനിയും വരും പോകും, അത്രയേ ഉള്ളൂ. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് കൂടുതൽ ഒന്നിനോട് കൂടുതൽ അഫിനിറ്റി വേണ്ട, ഒന്നിനോട് അതിൽ നിന്ന് ഡിറ്റാച്ച്മെന്റും വേണ്ട. യൂഷ്വലി ഇതായിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ഫോം. സൊല്യൂഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഇതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യും, പിന്നെ എന്താ പറയുക, ഫോഴ്സ് ചെയ്യുമ്പോഴും തിങ്ങിങ് വരുമ്പോഴാണ് വേണ്ടാത്ത ഡിസിഷൻസ് വരുന്നത്. അതുകൊണ്ട് നോർമലായിട്ടുള്ളത് നോർമലായിട്ട് വരും എന്നുള്ളത് മാത്രം. താങ്ക് യു ഫോർ ഓക്കെ, യുവർ താങ്ക് യു കമന്റ്. സാർ. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം അല്ലെ? ഓക്കെ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. ഓക്കെ, നൗ വി സ്റ്റാർട്ട്. ധ്യാനത്തിനായി സ്വസ്ഥമായ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞല്ലോ. ഇനി സുഖപ്രദമായ ഒരു ഇരിപ്പിടത്തിൽ, ഒരു കസേരയിലോ അല്ലെങ്കിൽ തറയിലോ നിങ്ങൾക്ക് ഇരിക്കാം. ധ്യാനത്തിനായുള്ള ഇരിപ്പ് അങ്ങേയറ്റം സുഖപ്രദമായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പൊസിഷനിലോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനുള്ള സമയം ഇപ്പോഴാണ്. അതുപോലെ തന്നെ നട്ടെല്ല് നേരെ ആയിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അത് മാറ്റിവെക്കാം. ധ്യാനത്തിന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടയ്ക്കാം. അതേസമയം കണ്ണ് തുറന്നു പിടിക്കാനോ അതുമല്ലെങ്കിൽ പാതി അടഞ്ഞ ഒരു നോട്ടത്തോടെ ധ്യാന സമയം മുഴുവൻ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ശ്വാസോച്ഛ്വാസം മൂക്കിലൂടെ മാത്രമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ അതിൻ്റെതായ സ്വാഭാവിക താളത്തിലായിരിക്കുവാൻ അനുവദിക്കുക. നിങ്ങളുടെ രന്ധ്രങ്ങളിലൂടെ പ്രവേശിച്ച് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി നിങ്ങളുടെ വയറ് വികസിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഓരോ ശ്വാസവും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക.
ശ്വാസം നടത്തുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ വയർ ചുരുങ്ങുകയും വായു ശ്വാസകോശത്തിലൂടെ മുകളിലേക്ക് നീങ്ങി നാസാരന്ധ്രങ്ങളിലൂടെ വീണ്ടും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഓരോ ശ്വാസത്തിൻ്റെയും ഗതിയും താളവും ശ്രദ്ധിക്കുക. ശ്വസനം അനായാസമായി നിങ്ങളുടെ ഉള്ളിലേക്കും പുറത്തേക്കും ഒഴുകുവാൻ അനുവദിക്കുക. ഈ സമയത്ത് ഓരോ ശ്വാസോച്ഛ്വാസവും ഒന്നിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതുപോലെ ഈ ധ്യാന സമയത്ത് ചിലപ്പോൾ തണുപ്പുള്ള വായുവോ അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുള്ള വായുവോ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇതും നിങ്ങളുടെ നിരീക്ഷണത്തിന്റെ ഭാഗമാക്കാം. ചിന്തകൾക്ക് നിയന്ത്രണം കൊടുക്കാനുള്ള സമയമാണ് ധ്യാനമെന്ന് നമ്മൾ കരുതുന്നെങ്കിലും ചിന്തകളുടെ കുത്തൊഴുക്ക് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ധ്യാനം. മനസ്സ് ശ്വാസത്തിൽ നിന്ന് അലഞ്ഞു തിരിയുകയാണെങ്കിൽ അത് വഴിമാറിപ്പോകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ സമയം അനുകമ്പയോടെ വീണ്ടും ആ ശ്വാസത്തിലേക്കുള്ള ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് ബോഡി സ്കാനിലേക്ക് പോകാം. സമ്പൂർണമായ ഒരു ശാരീരികമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളുടെ ശ്രദ്ധ ആദ്യമായി ശിരസിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് നിങ്ങളുടെ ശരീരത്തിലൂടെ സാവധാനം നിങ്ങളുടെ അവബോധം പതുക്കെ താഴേക്ക് നീക്കുക. ശിരസിൽ നിന്ന് നെറ്റിയിലേക്ക്, കണ്ണിലേക്ക്, കവിൾത്തടം, താടിയല്, കഴുത്ത്, തോളുകൾ, അങ്ങനെ ഓരോ ശരീരഭാഗങ്ങളിലൂടെ നമ്മളുടെ അവബോധത്തെ സാവധാനം മാറ്റുക. നമ്മളുടെ അവബോധം നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അസ്വസ്ഥതയോ വേദനയോ പിരിമുറുക്കങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ച് അവബോധമുള്ളവരാകുക. വീണ്ടും നമ്മളുടെ ശാരീരികമായ അവബോധം
വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കൈകൾ, നെഞ്ച്, മാറിടം, അടിവയർ, ഇടുപ്പ്, കാലുകൾ, പാദങ്ങൾ, ശരീരത്തിൻ്റെ പിൻഭാഗം എന്നിവയിലേക്കും സാവധാനം നിങ്ങളുടെ അവബോധത്തെ മാറാൻ അനുവദിക്കുക. ഏറ്റവും മൃദുലവും അതിസൂക്ഷ്മവുമായ ശാരീരിക പരിശോധന അല്ലെങ്കിൽ ശാരീരികമായ അവബോധം തുടരുക. ശരീരത്തെ മുഴുവനായും നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും അനുഭവപ്പെടുന്ന സമ്മർദ്ദമോ വേദനയോ മറ്റേതെങ്കിലും സംവേദനങ്ങളോ പിരിമുറുക്കങ്ങളോ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും ആയാസരഹിതമായി സമ്പൂർണമായ ഒരു റിലാക്സേഷനിലേക്ക്, വിശ്രമത്തിലേക്ക് വന്നുവെന്ന് കരുതാം. ഇനിയും മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ അലഞ്ഞു തിരിയുകയാണെങ്കിൽ ആ ചിന്തകളെക്കുറിച്ച്, അതെന്തുമായിക്കൊള്ളട്ടെ, ആ ചിന്തകളെക്കുറിച്ചുള്ള അവബോധം വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, അതിനെ അംഗീകരിക്കുക, അതിനെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം സാവധാനം അനുകമ്പയോടെ ശ്വാസത്തിലേക്ക്, ആ ശ്വാസോച്ഛ്വാസ അവബോധത്തിലേക്ക് വീണ്ടും വരിക. ചിന്തകൾ ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കാം. ഒന്നിനെക്കുറിച്ചും ഒരു ന്യായവിധി കൂടാതെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ വരുന്നുവെന്നും പോകുന്നുവെന്നും മാത്രം ശ്രദ്ധിക്കുക. ഒരു ചിന്തയിലും ഉറച്ചു നിൽക്കാതെ, ഒരു പ്രത്യേക കാര്യത്തിലും മുറുകെ പിടിക്കാതെ, ഓരോ ചിന്തയും താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മുടെ മനസ്സിൽ വരികയും പോവുകയും ചെയ്യുവാൻ അനുവദിക്കുക. ധ്യാനം നമ്മളുടെ തന്നെ ശരീരത്തിലേക്ക്, ശരീരത്തിൻ്റെ സമ്പൂർണമായ അവബോധത്തിലേക്ക് അല്ലെങ്കിൽ സ്വഭാവനത്തിലേക്ക് വരുവാനുള്ള സമ്പൂർണമായ സമഗ്രമായ ഒരു പരിശീലനമാണ്. ആ പരിശീലനത്തില് അല്ലെങ്കിൽ നമ്മളുടെ ആ സ്വഭാവനത്തില്, ശാരീരികമായ അവബോധത്തിൽ നമ്മളെ നിലനിർത്തുന്നത് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചുള്ള അവബോധമാണ്.
ദുഃഖമോ സന്തോഷമോ നിരാശയോ സംതൃപ്തിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വികാരങ്ങളോ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ വന്നാൽ അവയെ ശ്രദ്ധിക്കുക. അവയ്ക്ക് വിരുന്നൂട്ടാതിരിക്കുക. അവയെ അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ ഒരു സംശുദ്ധമായ അവബോധം മാത്രം നമ്മുടെ മനസ്സിൽ നിലനിർത്തുക. അവയെ വിലയിരുത്തരുത്, തള്ളിക്കളയരുത്, അതുപോലെ അതിൽ പറ്റി നിൽക്കരുത്. ഓരോ സമയവും ചിന്തയിലേക്ക് അല്ലെങ്കിൽ ശാരീരികമായ ഏതെങ്കിലും അസ്വസ്ഥതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നെങ്കിൽ സ്വാനുകമ്പയോടെ വീണ്ടും ശ്വാസത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരികെ നയിക്കുക. നിങ്ങളുടെ ശ്വാസം കൊണ്ട് നിമിഷം തോറും ഇപ്പോൾ ഇവിടെ മാത്രം സന്നിഹിതരായിരിക്കുക. അതുപോലെ പുറമേ നിന്ന് നിങ്ങൾ കേൾക്കുന്ന, അകലെ നിന്നോ അടുത്തു നിന്നോ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ അകറ്റാതിരിക്കാൻ അവയെക്കുറിച്ചും അവബോധം നിലനിർത്തുക. എന്നാൽ ന്യായവിധികളൊന്നും അവയെക്കുറിച്ച് നടത്താതിരിക്കുക. നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ സ്വഭവനത്തിൽ പൂർണ്ണമായും ആയിരിക്കുവാൻ വേണ്ടി ഈ നിമിഷത്തെ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമുക്ക് നിലനിർത്താം. ധ്യാനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശ്രദ്ധയെ നമ്മുടെ ശാരീരികമായ അവബോധത്തിലേക്ക് മുഴുവനായും തിരിച്ചു കൊണ്ടുവരുവാനുള്ള സമയമായി. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അവബോധം വീണ്ടെടുക്കുക. നിങ്ങളിരിക്കുന്ന ഈ മുറിയിലേക്കും അതിൻ്റെ ആ സ്ഥലത്തെക്കുറിച്ചും സ്ഥലകാല ബോധം വീണ്ടെടുക്കുക. പൂർണ്ണ ജാഗ്രതയോടെയും ഉണർവോടെയും സമ്പൂർണമായ ശാരീരിക അവബോധത്തിലേക്ക് തിരിച്ചു വരിക. ധ്യാനം അവസാനിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് സാവധാനം തുറക്കാം.
Okay, good evening. Okay, thank you, sir. Thank you. Thank you so much, sir, for this amazing meditation. Thank you. എല്ലാ ബുധനാഴ്ചകളിലും നമ്മുടെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും സാർ എന്തോ പറയാൻ വന്നിരുന്നു ആദ്യം? സാർ കേൾക്കുന്നു? സാർ കേൾക്കുന്നുണ്ടോ? സാറിന്റെ നെറ്റിൽ എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്, മറ്റുള്ളവർക്ക് ഇതിന് ട്രെയിനിങ് കൊടുക്കുകയും ഇപ്പോൾ ഞാനത് അനുഭവിക്കുകയും ചെയ്യുകയാണ്. വളരെ സന്തോഷകരമായിരുന്നു സർ. കണ്ണു തുറക്കാൻ തന്നെ ഒരല്പം വിഷമമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പതുക്കെ പതുക്കെ സന്തോഷത്തോടെ കണ്ണ് അടച്ചു തുറന്ന് ഫ്രീ ആവുക, എന്നിട്ടൊന്ന് ചിരിക്കുക എന്നാണ്. അത് ഞാനിപ്പോൾ ഇവിടെ സ്വയം ആസ്വദിക്കുമ്പോൾ എനിക്കത് ഡബിൾ എഫക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ സർ. ആന്റണി സാർ, നമസ്കാരം. Okay, thank you, sir. സന്തോഷം. സാറ് വളരെ എന്താണ് സന്തോഷം അത് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴല്ലേ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആക്ഷനിലായിരിക്കുമല്ലോ. മെഡിക്കേഷന് വളരെ ഇഫക്റ്റ് ഉണ്ട് സർ. നാം മറ്റൊരാള് അതിങ്ങനെ പതുക്കെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയും പോവില്ല, പൂർണ്ണമായും അതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഇരിക്കും. ഈ ഇരിക്കുന്നവർക്ക് കണ്ണുകൾ തുറക്കാനുള്ള അനുവാദം നാം അവർക്ക് കൊടുക്കുമ്പോൾ പതുക്കെ ഒരു ചലനങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, ഏറ്റവും അടുത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോഴാണ് നമ്മൾ വീണ്ടും പറയുന്നത് പതുക്കെ ചിലരിങ്ങനെ വിഷമിച്ച് കൈയൊക്കെ ഇങ്ങനെ പിടിക്കുന്ന കാണാം. ഞാൻ പറയും വേണ്ട, അടച്ചു തുറക്കൂ, ചിമ്മി തുറക്കാനാണ് പറയുന്നത്. അത് വളരെ ഇഫക്റ്റീവായിട്ട് ഇപ്പൊ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് അത് സന്തോഷകരമായൊരവസ്ഥയാണ്. നമ്മളെല്ലാം മറന്നു പോകുന്നു. നമ്മൾ ആ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മളെ തന്നെ മറന്ന് മറ്റൊരു ലോകത്തിലൂടെ പതുക്കെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ സ്ട്രെസ് ഒഴിവാകാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല, അതിന് ഗുളികയൊന്നും കഴിക്കണ്ട. ഓക്കെ സർ. ഓക്കെ, ഓക്കെ, ബൈ. ഓക്കെ, സോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, then yeah, have a nice evening and good night to you all. Bye. താങ്ക് യു സർ. Good night, sir. Good night, all. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ലങ്കോസ് സാറിന്റെ ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ആന്റണി സർ. വൺസ് അഗൈൻ ബൈ. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.